ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ മിൻ നബിയ്യിൻ ബഅസഹുല്ലാഹു ഫീ ഉമ്മത്തി ഖബ്ലി ഇല്ലാ കാന ലഹു മിൻ ഉമ്മത്തിഹി ഹവാരിയ്യൂന വഅസ്ഹാബുൻ യഖുദൂന ബിസുന്നത്തിഹി ويقتدون بأمره ثم إنها تخلف من بعدهم خلوف يقولون ما لا يفعلون ويفعلون ما لا يؤمرون فمن جاهدهم بيده فهو مؤمن ومن جاهدهم بلسانه فهو مؤمن ومن جاهدهم بقلبه فهو مؤمن وليس وراء ذلك من الإيمان حبة خردل. ഇമാം മുസ്ലിം ഉദ്ധരിച്ച സഹീഹ് ഹദീസാണ്. ഇപ്രകാരം പറഞ്ഞു: അള്ളാഹു നിയോഗിച്ച ഏതൊരു നബിക്കും അദ്ദേഹത്തിൻ്റെ ചര്യ പിൻപറ്റുന്ന ആത്മമിത്രങ്ങളും ആജ്ഞാനുവർത്തികളും ഉണ്ടാകാതിരിക്കുകയില്ല. എന്നാൽ അവർക്ക് ശേഷം വരുന്ന അവരുടെ പിൻഗാമികൾ പ്രവർത്തിക്കാത്തവ പറയുകയും കൽപ്പിക്കപ്പെടാത്തവ പ്രവർത്തിക്കുകയും ചെയ്യും. അക്കൂട്ടരെ സംസ്കരിക്കാനായിട്ട് കൈകൊണ്ട് ജിഹാദ് ചെയ്യുന്നവൻ, അതായത് കൈകൊണ്ട് അധ്വാനിക്കുന്നവൻ യഥാർത്ഥ സത്യവിശ്വാസിയാണ്. അവരോട് നാവ് കൊണ്ട് ജിഹാദ് ചെയ്യുന്നവൻ അഥവാ ഉപദേശിച്ചുകൊണ്ട് സംസ്കരിക്കുന്നവൻ യഥാർത്ഥ വിശ്വാസിയാണ്. തൻ്റെ മനസ്സുകൊണ്ടെങ്കിലും ജിഹാദ് ചെയ്യുന്നവൻ, അതായത് അതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്, അവനും വിശ്വാസിയാണ്. അതിനപ്പുറം അതുപോലും ഇല്ലാത്തവർക്ക് ഈമാനിൻ്റെ കണിക പോലും ഉണ്ടാകുകയില്ല. സൂറത്ത് മറിയമിൽ ധാരാളം പ്രവാചകന്മാരെയും അവരുടെ ആ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ വിവരിച്ചതിന് ശേഷം അള്ളാഹു പറയുന്നു: ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ് സ്വലാത്ത വത്തബഉ ശഹവാത്ത് ഫസൗഫ യൽഖൗന ഗയ്യ. അവർക്ക് ശേഷം വന്ന അവരുടെ പിൻഗാമികൾ നമസ്കാരം പാഴാക്കി സ്വേച്ഛകളെയും ദുർമോഹങ്ങളെയും പിൻപറ്റി. അതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങൾ അവർ നേരിടേണ്ടി വരും. ഇവിടെ നിസ്കാരം പാഴാക്കുക എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാതിരിക്കുക, നിസ്കരിച്ചാൽ തന്നെ അശ്രദ്ധമായി നിസ്കരിക്കുക, നിസ്കാരത്തിലൂടെ ജീവിത വിശുദ്ധി കരസ്ഥമാക്കാതിരിക്കുക, അങ്ങനെ നിസ്കാരം ഒരു പാഴ്വേലയായി തീരുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ തിക്തഫലമാണ് ഇത്തിബാഉ ശഹവാത്ത്, സ്വേച്ഛകളെ പിൻപറ്റുക. അതായത് തോന്നിയതൊക്കെ ചെയ്യുക എന്നർത്ഥം. നിസ്കാരമാണ് ഒരു വിശ്വാസിയെ നേരാവണ്ണം മുന്നോട്ട് നയിക്കുന്നത്. അതിൽ അലംഭാവവും ആലസ്യവും കാണിച്ചാൽ ആ കർമ്മം പാഴാകുകയും തൽഫലമായി സ്വേച്ഛാനുസൃതം ജീവിക്കുകയും ചെയ്യും. അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യാൻ തുനിയുകയും ചെയ്യാൻ അയാൾ മുതിരുമല്ലോ. ഇപ്പോൾ വ്യഭിചാരം, കൊലപാതകം, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, പലിശ ഇടപാടുകൾ, കൈക്കൂലി, കരിഞ്ചന്ത, മോഷണം, ഇങ്ങനെ എന്തെല്ലാം ദുർവൃത്തികളുണ്ട് അതൊക്കെ ആ മനുഷ്യൻ ചെയ്യും. അപ്പോൾ ഇത്തരമൊരു അവസ്ഥയിലാണ് മുസ്ലിം സമൂഹം നീങ്ങുന്നതെങ്കിൽ ഖുർആൻ പറഞ്ഞതുപോലെ ഫസൗഫ യൽഖൗന ഗയ്യ, സർവനാശത്തിലേക്കായിരിക്കും അവർ ആപതിക്കുക. ഈ ഒരു ഘട്ടത്തിൽ നമസ്കാരവും സൽക്കർമ്മങ്ങളുമായി കഴിയുന്നവർ സ്വന്തം കാര്യം നോക്കി നടക്കുകയല്ല വേണ്ടത്. അവരിൽ ഇസ്ലാം വലിയൊരു ഉത്തരവാദിത്വവും കടമയും ഏൽപ്പിക്കുന്നുണ്ട്. ഖുർആനിലും സുന്നത്തിലും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിച്ചിട്ടുമുണ്ട്. അള്ളാഹുവിൻ്റെ കോപത്തിനും ശാപത്തിനും പാത്രീഭൂതരായ ഇസ്രായേലരുടെ സ്വഭാവത്തെക്കുറിച്ച് സസഡമ ഇപ്രകാരം വിവരിച്ചു: അതിലൊരാൾ ഒരു അധർമ്മിയെ കണ്ടുമുട്ടുമ്പോൾ പറയും, ഇത്തഖില്ലാഹ വദഅ മാ തസ്ന, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നീ ഇതിൽ നിന്ന് വിരമിക്കുക, ഇത് നിനക്ക് അനുവദനീയമല്ല. പിറ്റേ ദിവസവും അതേ അവസ്ഥയിൽ തന്നെ ആ അധർമ്മി നിലകൊള്ളുമ്പോൾ അവനെ തടയാനും ഉപദേശിക്കാനും നേരത്തെ പറഞ്ഞ ആൾ തയ്യാറാവില്ല. എന്ന് മാത്രമല്ല, ആ ദൈവധിക്കാരിയോടൊപ്പം തിന്നുകയും കുടിക്കുകയും സഹവസിക്കുകയും ചെയ്യും. അപ്പോൾ ഈ അവസ്ഥ വ്യാപകമാകുകയാണെങ്കിൽ അവരുടെ ഇടയിൽ പരസ്പരം കലഹങ്ങളും കുഴപ്പങ്ങളൊക്കെ ഉടലെടുക്കും, പരസ്പരം കടിച്ചു കീറുന്ന അവസ്ഥയും ഉണ്ടാവും. മറ്റൊരു ശാസ്ത്രമ സൂറത്തുൽ മാഇദയിലെ 78-ാമത്തെ ആയത്ത് ഓതുകയുണ്ടായി: കഫറും ബനി ഇസ്രാഈല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു ലബീസ മാ കാനൂ യഫ്അലൂൻ. ഇസ്രായേൽ
സന്തതികൾ ദാവൂദിൻ്റെയും അതേപോലെ മറിയമിൻ്റെ മകൻ ഈസ എന്നീ പ്രവാചകന്മാരുടെയും നാവിനാൽ ശപിക്കപ്പെട്ടിരിക്കുന്നു. എന്തായിരുന്നു കാരണം? പ്രവാചക കൽപ്പനകളെ അവർ ധിക്കരിക്കുകയും ലംഘിക്കുകയും ചെയ്തിരുന്നു. അവർ തെറ്റ് ചെയ്യുന്നവരെ ഒരിക്കലും തടയുകയില്ലായിരുന്നു. എത്ര ദുഷിച്ച ജീവിത രീതിയാണ് അവർ കൈക്കൊണ്ടിരുന്നത്. മുസാസലമ്മ കൊണ്ട് അത് പിന്നീട് ഉപദേശിക്കുന്നുണ്ട്, കല്ല വല്ലാഹി ലതഅമുറുന്ന ബിൽ മഅറൂഫി വലതൻഹൗന അനിൽ മുൻകർ വലതഖുദന്ന അലാ യദിൽ ളാലിമി വലതഖ്തറുന്നഹു അലൽ ഹഖി അത്തറ. അതായത് അള്ളാഹുവിൽ സത്യം, നിങ്ങൾ നന്മ കൽപ്പിക്കണം ജനങ്ങളോട്, തിന്മ തടയുകയും ചെയ്യണം. അതേപോലെ അക്രമിയുടെ കൈ നിങ്ങൾ പിടിക്കണം, അവനെ സത്യമാർഗത്തിലേക്ക് മടക്കിക്കൊണ്ട് വരികയും ധർമ്മനിഷ്ഠയുള്ളവനാക്കി മാറ്റുകയും ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രവർത്തിക്കൽ ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്, കടമയാണ്. അവൻ്റെ കാര്യം ഞാൻ എന്തിനു നോക്കണം, എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ നടന്നാൽ പോരെ എന്നൊരിക്കലും ചിന്തിക്കാൻ പാടില്ല. അഥവാ അങ്ങനെയാണ് സമൂഹം ചിന്തിക്കുന്നതിന് ശാസനം പറഞ്ഞതുപോലെ ഔ ലൈദരിബന്നല്ലാഹു ബിഖുലൂബി ബഅദികും അലാ ബഅദിൻ സുമ്മ ലയൽഅനന്നകും കമാ ലഅനഹും. പരസ്പരം അവർ അകൽച്ചയിലും ശത്രുതയിലുമായിത്തീരും. ഇസ്രായേലിയർ ശപിക്കപ്പെട്ടതുപോലെ ഇവരെയും അല്ലാഹു ശപിക്കുകയും ചെയ്യും. അല്ലാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.